ചരിത്രപരമായി ഒരുപാട് പ്രദേശങ്ങളാൽ സമൃദ്ധമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും പയ്യന്നൂരിനോട് ചേർന്നുള്ള രാമന്തളിയും ഏഴിമലയുമൊക്കെ. ഇന്നത്തെ അറിയാതിടങ്ങളിലൂടെ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് രാമന്തളി വടക്കുംപാടുള്ള ജുമാ മസ്ജിദും 17 ശുഹദാ മഖാമുമാണ്. ഇതിന്റെ സവിശേഷതകളും വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. പയ്യന്നൂരിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറി രാമന്തളി വടക്കുംപാട് എന്ന പ്രദേശത്താണ് പ്രസിദ്ധമായ ശുഹദാ മഖാം സ്ഥിതി ചെയ്യുന്നത്. നിരവധി വിശ്വാസികൾ കാര്യസിദ്ധിക്കും നേർച്ച നേരുന്നതിനുമൊക്കെയായി നിത്യേന ഇവിടെ എത്തിച്ചേരാറുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാമന്തളി വടക്കുംപാട് ജുമാ മസ്ജിദ് അങ്കണത്തിലുള്ള 17 ശുഹദാ മഖാമിലേക്കാണ്. അവിടെ മുമ്പ് പറങ്കിയോട് പടവെട്ടി ഷഹീദായ 17 ശുഹദാക്കന്മാരുടെ മക്ബറയാണ്. ധാരാളം ചരിത്രങ്ങളേകുന്ന ഒരു സ്ഥലം കൂടിയാണ്. സ്വന്തം നാട്ടിനും വേണ്ടി പടവെട്ടി ഷഹീദായ ധീര രക്തസാക്ഷികളാണ്. പറങ്കിപ്പടയോട് യുദ്ധം ചെയ്ത് വീര രക്തസാക്ഷിത്വം വരിച്ച മഹാന്മാരായ 17 ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യസ്ഥലമാണ് രാമന്തളി ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന 17 ശുഹദാ മഖാം. AD 1524 ഈ യുദ്ധം നടന്നതെന്ന് ലോകപ്രശസ്ത മതപണ്ഡിതനായ ഹസ്രത്ത് ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ രചിച്ച കേരളത്തിലെ പ്രഥമ ആധികാരിക ചരിത്ര ഗ്രന്ഥമായ തുഹത്തുൽ മുജാഹിദീൻ എന്ന അറബി ഭാഷയിൽ രചിച്ച ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് രാമന്തളി വടക്കുംപാട് ജുമാ മസ്ജിദ്. പോർച്ചുഗീസ് അധിനിവേശ കാലത്ത് കേരളത്തിൽ ജീവിച്ച് അവരുടെ അക്രമങ്ങൾ നേരിട്ട് മനസ്സിലാക്കി തയ്യാറാക്കിയതാണ് അറബിയിലുള്ള മൂലഗ്രന്ഥം. ഇതിൽ ഏഴിമല എന്നാണ് രാമന്തളിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആ കാലത്ത് ഈ പ്രദേശങ്ങൾക്കെല്ലാം കൂടി ഏഴിമല എന്ന ഒറ്റ പൊതുപേര് മാത്രമേ സ്ഥലപ്പേരായി ഉണ്ടായിരുന്നുള്ളെന്ന് അനേകം ചരിത്ര സഞ്ചാര ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. പറങ്കികളുടെ ഉപദ്രവം അസഹനീയമായപ്പോൾ യുവാക്കൾ പറങ്കികളോട് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. അനേകം പറങ്കികളെ കൊലപ്പെടുത്തിയ ശേഷം എണ്ണത്തിലും ആയുധബലത്തിലും കുറഞ്ഞ ആ 17 ധീരയോദ്ധാക്കൾ രക്തസാക്ഷികളായി. ക്രൂരന്മാരായ പറങ്കികൾ മുസ്ലിം യോദ്ധാക്കളുടെ ശരീരങ്ങൾ വെട്ടിനുറുക്കി മസ്ജിദിനു മുന്നിലുള്ള കിണറ്റിലാണ് ഇട്ടത്. ബന്ധുക്കളെല്ലാം ഒത്തുകൂടി കിണറ്റിൽ നിന്നും തിരുശരീരങ്ങൾ എടുത്ത് യഥാവിധി കബറടക്കം നടത്തി. 17 ശുഹദാ മഖ്ബറയാണ്. ഇതിന്റെ ചരിത്രം നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇത് രാമന്തളി 17 ശുഹദാക്കളുടെ മഖ്ബറയാണ്. ഭയങ്കര ചരിത്ര പ്രസിദ്ധമാണ്. നാനാജാതി മസ്തറിയുടെ വന്നിട്ട് അവർ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് വാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എല്ലാ സ്ഥലത്തും നിന്നുള്ളത്. ഇവിടെ എല്ലാ മാസാവസാനം സലാത്ത് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. 17 ശുഹദാക്കൾ, ബഹുമാനപ്പെട്ട 17 ശുഹദാക്കൾ അന്ത്യവിശ്രമമുള്ള സ്ഥലമാണിത്. ഇവിടെ ആണുങ്ങൾക്കില്ല ദ്വാരക്കാനുള്ള സ്ഥലവും അപ്പുറം സ്ത്രീകൾക്ക് ദ്വാരക്കാനുള്ള സ്ഥലമാണ്. യുദ്ധം നടന്ന കാലത്ത് കോലത്തിരി രാജാക്കന്മാരുടെ വാഴ്ചയായിരുന്നു ഈ പ്രദേശങ്ങളിൽ. വിദേശീയരുടെ അധിനിവേശത്തിനെതിരെ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗവും കൂടിയായിരുന്നു ഈ പോരാട്ടം. 17 ശുഹദാ മഖാം ഇന്ന് ഒരു പുണ്യസ്ഥലമാണ്. ധാരാളം വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും വേണ്ടി ഈ മഖാമിൽ എത്തിച്ചേരുന്നു. ഇതാണ് സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങളുടെ മഖാം. ധാരാളം പഴയ ചരിത്രങ്ങൾക്ക് നേതൃത്വം കൊടുത്ത തങ്ങളാണ്. കോളറ വസൂരി പിടിച്ച സമയത്തെല്ലാം അതിനൊക്കെ ആ മയ്യത്ത് മറമാടാനും മറ്റും നേതൃത്വം കൊടുത്ത തങ്ങളുടെ മഖാമാണിത്. രാമന്തളിയിൽ ഏറെ ബഹുമാനിക്കുന്നവരും ഒരു ചരിത്രപുരുഷനുമായിട്ടുള്ള തങ്ങളാണ് സയ്യിദ് ഹാമിദ് തങ്ങൾ. അവരുടെ മഖാമാണിത്. أشهد أن محمدا رسول الله.
ഹയ്യാല സ്വലാത്ത് पूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्. രാമന്തളി ശുഹദാ മഖാമിനോട് ചേർന്നാണ് കുറുവന്തട്ട പൂമാല ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് പള്ളിയും അമ്പലവും സ്ഥിതി ചെയ്യുന്നത്. മുഖാമുഖമാണ് പള്ളിയും അമ്പലവും ഉള്ളത്. ആ സൗഹാർദ്ദം രണ്ടു കൂട്ടരും ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. അമ്പലത്തിൽ ഉത്സവമായാലും പള്ളിയിലെ വിശേഷങ്ങളായാലും രണ്ടു കൂട്ടരും സഹകരിക്കുന്നു എന്നത് ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന ഒന്നാണ്.